നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. പ്രിയപ്പെട്ട കുട്ടികളോടും രക്ഷിതാക്കളോടുമാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എൻ്റെ അടുത്തുള്ളൊരു ചെടി, ഇത് ക്രൊട്ടലേറിയ എന്ന് പറയുന്നൊരു ചെടിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കിലുക്ക. പല സ്ഥലങ്ങളിലും ശലഭച്ചെടി എന്ന പേരിൽ ഇത് വിൽപ്പന നടത്തുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ അവിടെ ശലഭോദ്യാനത്തിൽ പീച്ചി ഡാമിൻ്റെ അവിടെയുള്ള ശലഭോദ്യാനത്തിൽ, അങ്ങനെ കേരളത്തിലുള്ള എല്ലാ ശലഭോദ്യാനങ്ങളിലും കാണുന്ന ഒരു ചെടിയാണിത്. പക്ഷേ ഇത് വീടുകളിലൊന്നും അധികം ആരും നട്ടുപിടിപ്പിച്ച് കണ്ടിട്ടില്ല. ഇനി ഈ ചെടിയുടെ പ്രത്യേകത എന്താണെന്ന് പറയാം. ഇത് കിലുക്ക അല്ലെങ്കിൽ തകര എന്ന ചെടിയാണ്, തകര വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഈ ചെടി സാധാരണ ഇപ്പോൾ കേരളത്തിലെ എല്ലാ കാലാവസ്ഥയിലും നന്നായി വളരും. ഇത് ഈ കിലുക്ക അല്ലെങ്കിൽ തകര എന്ന ചെടി നമ്മൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം അതിൻ്റെ ആവശ്യം, ഈ ചെടി ഒരു വീട്ടിൽ അല്ലെങ്കിൽ സ്കൂളിൽ നല്ല തഴച്ച് വളർന്നു നിൽക്കുകയാണെങ്കിൽ, ഈ സെപ്റ്റംബർ ഒക്ടോബർ ഈ ടൈമിലൊക്കെ നീലക്കടുവ എന്ന് പറയുന്ന ഒരു ചിത്രശലഭം, നീലക്കടുവ എന്ന ചിത്രശലഭത്തിന് മുട്ടയിടാൻ ആവശ്യമായ രീതിയിൽ ശരീരത്തിന് ഇതിൻ്റെ നീര് വേണം. ഇതിൻ്റെ ഇലകളിൽ നിന്നും സക്ക് ചെയ്തിട്ട് പലപ്പോഴും ഇവിടെ ചെടികളുടെ ഇലകളുടെ മേലെ ദ്വാരങ്ങൾ വീണ് ഇതിൻ്റെ പച്ച കളറ് മുഴുവൻ കാർന്നെടുത്ത് പോവും. അവർ നീലക്കടുവ എല്ലാ ശലഭവും വരും. പക്ഷേ നീലക്കടുവ എന്ന് പറഞ്ഞാൽ ഒരു ശലഭമല്ല വരും കേട്ടോ. ഒരു തവണ 1-2 ശലഭം വന്ന് അവർ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പൂമ്പാറ്റകളാണ് ഈ ഒരു ചെടിയുമ്പോൾ കാണാം. ഞാൻ എന്തെങ്കിലും ഇവിടെ സെറ്റ് വരുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ വലിയ ചെടി 2 പിന്നെ ചെറുത്, ഇതൊക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടി കൊമ്പ് കുത്തി ഇത് പിടിപ്പിച്ച തൈകളാണ് കേട്ടോ. ഈ തൈകൾ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള തൈകളാണിത്. അപ്പോൾ ഞാൻ പറയുന്നത്, സ്കൂളുകളിലൊക്കെ ഈ ശലഭോദ്യാനം നിർബന്ധമായും നിർമ്മിക്കണം. ഈ ശലഭങ്ങളാണ് നമ്മളെ ഭൂമിയുടെ ഭംഗി കൂട്ടുന്നതും, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ നമ്മളെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്ന, നമ്മളെ പരാഗണത്തിന്, പച്ചക്കറികളിലൊക്കെ പരാഗണത്തിന് സഹായിക്കുന്ന ഒരു സാധനം കൂടുതലും ശലഭങ്ങളാണ്. മറ്റു ജീവികളുമുണ്ട്. അപ്പോൾ ശലഭങ്ങളെ നമ്മളെ ഭൂമിയിൽ കൂടുതൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമത്തിന് ഞങ്ങൾ തുടക്കം കുറിച്ചിട്ട് വളരെ കാലമായി. വളരെ സ്ലോയിലാണ് അത് പോകുന്നത്. നമ്മളുടെ ഓപ്പൺ അഗ്രികൾച്ചർ ടീം എന്ന കാർഷിക കൂട്ടായ്മ വഴി വിവിധ സ്കൂളുകളിൽ ചെറിയ ചെറിയ ആക്ടിവിറ്റികൾ ചെയ്ത് ബയോഡൈവേഴ്സിറ്റി പാർക്ക് നിർമ്മിച്ച്, ബട്ടർഫ്ലൈ ഗാർഡൻ നിർമ്മിച്ച് ഞങ്ങളിങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ആളുകൾക്ക് പൊതുവേ ഒരു താല്പര്യക്കുറവാണ്. കാരണം ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് എന്നുള്ള ധാരണ. ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ മനസ്സിലാക്കും, നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾക്ക് കൃത്രിമ സാധനങ്ങളെ മാത്രം ആശ്രയിക്കേണ്ട അവസ്ഥയിലെത്തും. അപ്പോൾ നമുക്ക് ശലഭങ്ങളെ ഭൂമിയിൽ നിലനിർത്താനും അവയോട് കൂട്ടുകൂടി ഭംഗിയുള്ള ഒരു ലോകം സൃഷ്ടിക്കാനും നിങ്ങൾക്ക് കുട്ടികൾക്ക് സാധിക്കും. അതിന് രക്ഷിതാക്കൾ അവരെ സഹായിക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ശലഭോദ്യാനം, കിളികൾക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനുള്ള ചെറിയൊരു കിളിക്കൂട് സംവിധാനം, കൂടല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഞങ്ങളതിന് കിളിക്കൂട് എന്നാണ് പറയുക. അങ്ങനെയുള്ളൊരു സംവിധാനം നിങ്ങൾ ഒരുക്കുകയാണെങ്കിൽ നമ്മളെ മനസ്സിന് തന്നെ വളരെ സന്തോഷമായിരിക്കും. അപ്പോൾ ഈ കിലുക്ക എന്നുള്ള ചെടി, ക്രൊട്ടലേറിയ എന്ന ചെടി ആർക്കെങ്കിലും, ഇപ്പോൾ അത് പാലക്കാടാണ് ഇരിക്കുന്നത്, പാലക്കാട് ഭാഗത്ത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ, ഞാൻ തരാം. പണമൊന്നും നൽകേണ്ട, അത് ഫ്രീ ആയിട്ട് തരാം. ഇതിൽ കുറേ തൈകളുണ്ട് കേട്ടോ. അങ്ങനെ തൈ നമ്മളിങ്ങനെ പിടിപ്പിക്കും. അപ്പോൾ ഇത് നീലക്കടുവ എന്ന ശലഭത്തിൻ്റെ ഒരു ലാർവാ സസ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇലകളിൽ നിന്നുള്ള നീരൂറ്റി, ആൽക്കലോയിഡുകൾ നീരൂറ്റി കുടിച്ച് ഇട്ടാണ് അത് മുട്ടടാനുള്ളൊരു ഇത് കിട്ടുക ആ ചെടി, നീലക്കടുവ ശലഭങ്ങൾക്ക്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആയിരക്കണക്കിന് നീലക്കടുവയുടെ വീഡിയോ, ബ്ലൂ ടൈഗർ എന്ന് പറയുന്ന ബട്ടർഫ്ലൈൻ്റെ വീഡിയോ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. ആയിരക്കണക്കിന് പൂമ്പാറ്റകളാണ് ഒരു ചെടിയുമേ ഉണ്ടാവുക. നമ്മൾ ഈ ചെടി ഇപ്പോൾ ഈ കവറോട് കൂടിയിട്ട് നമ്മൾ വണ്ടിയിലേക്ക് കയറ്റുകയാണെന്ന് കരുതുക, ഇതിൻ്റെ മേലെ നിറച്ച ശലഭങ്ങളുണ്ടാവും. ഈ ശലഭങ്ങളൊന്നും കാര്യമായി പാറാതെ അവിടെ തന്നെ ഇരുന്നത് അത് കുടിച്ച് മത്തായി ഇരിക്കുന്ന അവസ്ഥയാണ്. അതായത് അതിൻ്റെ നീര് കുടിച്ച് അതങ്ങനെ അതുമ്മി ഇരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ വണ്ടിയിൽ കയറ്റുമ്പോൾ വണ്ടിയിലും ഈ ശലഭങ്ങൾ കയറും. അപ്പോൾ പ്രത്യേകിച്ച് നീലക്കടുവ എന്നതിൽ കൂടുതൽ വരിക. മറ്റ് ശലഭങ്ങളിൽ ഇതിൽ പൂവിടും, മഞ്ഞ കളറിൽ പൂവിടുമ്പോൾ ആ പൂവിൽ നിന്ന് തേൻ കുടിക്കാനൊക്കെ ആയിട്ട് വരും. അപ്പം നീലക്കടുവയുടെ കൂടുതൽ കാണുന്ന, ഇപ്പോൾ വയനാട്ടിൽ പോയാലും നിലമ്പൂർ പോയാലും തേക്കടി പോയാലും ഒക്കെ ഇങ്ങനത്തെ ചെടികൾ കാണുമ്പോൾ ആയിരക്കണക്കിന് പൂമ്പാറ്റകൾ അതിന്മേൽ പാറിപ്പറന്ന് ഡാൻസ് കളിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും അങ്ങനെ ഒരു ചെടി ഉണ്ടാവട്ടെ.
അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സ്കൂളിലെ അധ്യാപകർ അവരുടെ സ്കൂളിലൊരു ശലഭോദ്യാനം ഉണ്ടാക്കുകയാണെന്ന് തോന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ പല സ്കൂളുകളിലും കുട്ടികൾക്ക് കുട്ടി കർഷകൻ എന്ന പേരിൽ മത്സരങ്ങൾ നടത്തുന്നുണ്ട്. സ്കൂളുകാർക്ക് വേറെ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. നമ്മൾ സർട്ടിഫിക്കറ്റും പേന, പെൻസിൽ, ക്രയോൺസ് ഇതൊക്കെ കൊടുക്കണം. അതിൽ പെട്ട ഒരു ആക്ടിവിറ്റിയാണ്, കുട്ടി കർഷകൻ്റെ ഒരു ആക്ടിവിറ്റിയാണ് ശലഭോദ്യാന നിർമ്മാണം കൂടി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയുന്ന അധ്യാപകർക്ക് ഇത് ഫോർവേഡ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക്